നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തെറ്റുപറ്റിയത് നേതാക്കന്മാർക്കല്ല, മറിച്ച് ജനങ്ങൾക്കാണ്. അത് ഓരോ ദിവസവും വ്യക്തമാക്കി നൽകിക്കൊണ്ടിരിക്കുകയാണ് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചിരുന്ന രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തി. തലസ്ഥാന നഗരിയടക്കം കേരളത്തിനൊട്ടാകെ തന്നെ ഉണ്ടാകുന്ന വലിയൊരു നഷ്ടം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരനെ ഇത്തവണ തോൽപ്പിച്ചത്. ഇടതുമുന്നണിയുടെ പാരമ്പര്യ വോട്ട് പോലും കേരളത്തിൽ BJP വളരരുത് എന്ന ഒരൊറ്റ ലക്ഷ്യം കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ജയിക്കാതിരിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതാവായിട്ടുള്ള തരൂരിലേക്ക് നൽകാൻ കാണിച്ച നേതാക്കന്മാരുടെ ഉപദേശം, അതിൽ പ്രവർത്തിച്ച ജനങ്ങളുടെ തീരുമാനം, ഇതൊക്കെ ആനമണ്ടത്തരമായി പോയി എന്നത് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഒരു വിദേശ സഞ്ചാരിയെ പോലെ ഇലക്ഷൻ സമയത്ത് മാത്രം നാട്ടിലെത്തുന്ന ശശി തരൂർ ഇപ്പോഴും അതേ നടപടികൾ തുടരുകയാണ്. അദ്ദേഹം എവിടെയെന്ന് പോലും പ്രവചിക്കാൻ സാധിക്കാത്ത സാഹചര്യം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇന്നാട്ടിലുണ്ടായ ഒരു പ്രശ്നത്തിലും ഇടപെടാനോ അഭിപ്രായം പറയാനോ തരൂരിനെ ഈ വഴിക്ക് കണ്ടിട്ടില്ല എന്നതാണ് വസ്തുത. എന്നാൽ ഇതേ സ്ഥാനത്ത് തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ രീതിയിൽ തന്നെ ഇന്നും മാധ്യമങ്ങളിൽ BJP നേതാവായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ പേര് ഉയർന്നു കേൾക്കുകയാണ്, ചർച്ച ചെയ്യപ്പെടുകയാണ്. കാരണം അദ്ദേഹം അധികാരം കിട്ടിയാൽ ചെയ്യാൻ മനസ്സിൽ കണക്ക് കൂട്ടിയ പല പ്രവർത്തനങ്ങളും ഇന്ന് അധികാര കസേര ഇല്ലാതിരുന്നിട്ട് പോലും ഇന്നാട്ടിൽ ചെയ്യുന്നുണ്ട് എന്നത് തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ വോട്ടർമാർ ചെയ്തത് വലിയ തെറ്റാണ് എന്ന്. BJP പതനത്തിന് വേണ്ടി തരൂരിനും പന്നി രവീന്ദ്രനും വോട്ട് ചെയ്യുമ്പോൾ ഒരുപക്ഷെ വോട്ടർമാർ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാകണമില്ല, തങ്ങൾ തല്ലിക്കെടുത്താൻ ശ്രമിച്ചത് തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല ഭരണാധികാരിയെയാണെന്ന്. CPMന്റെ നിലപാടുകൾ മറന്ന നല്ല തീരുമാനമെടുക്കാൻ പ്രതിസന്ധി ഉണ്ടായേക്കാമായിരുന്ന CPI നേതാവായിട്ടുള്ള പന്ന്യൻ രവീന്ദ്രനേക്കാൾ എന്നും നാട്ടിൽ വിദേശ സഞ്ചാരിയായി എത്തുന്ന തരൂരിനേക്കാൾ നാളെയുടെ പ്രതീക്ഷയായി പ്രവർത്തിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരുന്നു തിരുവനന്തപുരത്തിന് ഏറ്റവും വലിയ അനുയോജ്യൻ. എന്നാൽ രാഷ്ട്രീയ കളികൾ കൊണ്ട് അദ്ദേഹം ഇത്തവണ ജയിച്ചില്ല. എന്തായാലും അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ അധികാര കസേര എന്ന മോഹത്തേക്കാൾ നാടിന്റെ നന്മ തന്നെയാണ് പ്രധാനമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കർമ്മ പദ്ധതി എന്നതിന്റെ ഭാഗമായി അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ വലിയ തെളിവായി മാറി. ഇപ്പോഴത്തെ ഗവേഷണ അടിസ്ഥാനമായിട്ടുള്ള നൂതന സംരംഭങ്ങളിലൂടെ തിരുവനന്തപുരത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ഊർജം പകരുന്ന പദ്ധതികളുമായി മുന്നിലേക്ക് വരികയാണ് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തി. പുത്തൻ തിരുവനന്തപുരം എന്ന് പേരിട്ട് വിളിക്കുന്ന പദ്ധതിയുമായാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ രംഗത്തെത്തുന്നത്. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ക്ലസ്റ്ററിന് രൂപം നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അദ്ദേഹം. ക്ലസ്റ്ററിന്റെ രൂപീകരണത്തിന് അദ്ദേഹം കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗുമായി കൂടിക്കാഴ്ച നടത്തിയെന്നതാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. അതിന്റെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആധുനിക ലോകത്തിൽ യുവജനങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. അതിനായി നമ്മുടെ തിരുവനന്തപുരം തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരം ഗവേഷണത്തിനും നവീകരണത്തിനും മികച്ച സൗകര്യമുള്ള കേന്ദ്രമായി മാറ്റണം എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. സാങ്കേതിക അനുബന്ധ ഗവേഷണങ്ങളിലും നവീന ആശയങ്ങൾ വികസിപ്പിക്കുന്ന കാര്യങ്ങളിലും തൊഴിൽ നൈപുണ്യം നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന യുവജനങ്ങൾക്ക് തിരുവനന്തപുരം റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ക്ലസ്റ്റർ ഒരു മുതൽക്കൂട്ടായിരിക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. എന്തായാലും ജനങ്ങൾ ഇനിയെങ്കിലും ആലോചിക്കേണ്ടത്, നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ ആരാണ് ഇവിടെ ജയിക്കുന്നത്, അവർ ജയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർ ഇത്ര കാലം എന്ത് ചെയ്തു എന്നതിനൊക്കെ അടിസ്ഥാനമാക്കിയിരിക്കണം. അല്ലാതെ പാർട്ടി, അതായത് തെരഞ്ഞെടുപ്പ് സമയത്ത് ചിഹ്നം മാത്രം നോക്കി വോട്ട് ചെയ്യുന്ന ആ ഒരു സാഹചര്യം ഇനിയെങ്കിലും അവസാനിപ്പിക്കേണ്ടുന്ന സമയമായിരിക്കുന്നു.